പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ കണ്ട് വി ഡി സതീശൻ പല പാഠങ്ങളും പഠിക്കാനുണ്ട് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ ഞാൻ കാര്യകാരണ സഹിതം ഞാൻ പറയുകയുണ്ടായി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്നതിനെ തുടർന്ന് മരവിച്ച് കിടന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയിൽ ചലനങ്ങൾ ഉണ്ടായെന്നും യൂത്ത് കോൺഗ്രസിന് അണികളെ ആവേശം കൊള്ളിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞുവെന്നും കഴിഞ്ഞതിനെ തുടർന്നിട്ടാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയിൽ ഇപ്പോൾ ഒരു ചലനമുണ്ടായിരിക്കുന്നതെന്നും ഞാൻ പറയുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് ഷാഫി പറമ്പിലുണ്ടായിരുന്ന സമയത്ത് ഈ സംഘടന മരവിച്ച് കിടക്കുകയായിരുന്നു എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഏതൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയിലെ നേതാവിൻ്റെ നേതൃപാടവം ആ സംഘടനയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരൻ വലിയ മാറ്റങ്ങൾക്ക് ആ സംഘടനയിൽ ചെറിയ സമയം കൊണ്ട് തന്നെ കാരണമായി എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വിധി വന്നേക്കാം. റിമാൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്, ജാമ്യം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും റിമാൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് ഏറിയ പങ്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വിധി പുറത്തു വന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടത്തിയത് ഡിസംബർ 20-നായിരുന്നു. ഡിസംബർ 20-ന് ആ സമരം നടത്തിയതിന് ശേഷം ഇന്നിപ്പോൾ ഏതാണ്ട് 19 ദിവസം ആയിരിക്കുന്നു. അത് പിണറായി വിജയൻ്റെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് നടത്തിയിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായിട്ടും യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്നതിനൊക്കെ എതിരായിട്ടാണ് ഡിസംബർ 20-ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പ് ഒരു സമരം നടന്നു. ആ സമരം ആക്രമണോത്സുകമായി മാറി. പോലീസും യൂത്ത് കോൺഗ്രസ്സുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഘടന നടന്നു. ടിയർ ഗ്യാസ് പൊട്ടിച്ചു, ജലപീരങ്കി, അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ആ സ്വാഭാവികമായ സമരത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ നേതൃത്വം നൽകിയത് രാഹുൽ മാങ്കൂട്ടമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ആക്രമണം അവിടെ നടത്തിയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം നേരിട്ട് ആക്രമണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വളരെ സജീവമായി തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ സമരം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 19 ദിവസമായിരിക്കുന്നു. 19 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് ജാനുവരി 9 ഈ ജാനുവരി 9 തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ജനുവരി 9 വരെ കാക്കേണ്ട കാരണം എന്തായിരുന്നു? 19 ദിവസം കഴിഞ്ഞുള്ള സമരം കഴിഞ്ഞിട്ട് സ്വാഭാവികമായി അറസ്റ്റ് ചെയ്യാനായിരുന്നെങ്കിൽ ആ സമരം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ആ സമരം നടന്നു കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ സമരം കഴിഞ്ഞിട്ട് 19 ദിവസം വരെ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും പോലീസും എല്ലാം ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് ഒരു അറസ്റ്റ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം. ഇനി അറസ്റ്റ് എങ്ങനെയാണ് ചെയ്തത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം പനി ബാധിച്ച് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനെ കിടപ്പുമുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അത്യസാധാരണമാണിത്. പക്ഷേ കേരളത്തിൽ അത്യസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ, മുഖ്യമന്ത്രി കൈക്കൂലി മേടിച്ചതിന് തെളിവുകൾ, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് രക്ഷാപ്രവർത്തനമാണെന്ന് പറയൽ, മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കേണ്ട അംഗരക്ഷകർ കസ്റ്റഡിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ മർദ്ദിക്കൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ഒരു പഞ്ചനക്ഷത്ര ബസ്സിന് കയറാൻ വേണ്ടി സ്കൂളിൻ്റെ മതിൽ പൊളിക്കൽ, പിന്നെ മതിൽ കെട്ടൽ, യൂത്ത് കോൺഗ്രസ്സുകാരെ DYFIക്കാർ വന്നിട്ട് അടിക്കൽ, അവരെ അടിച്ച് ഓടക്കത്തിടൽ, തല തല്ലി പൊട്ടിക്കൽ, കാല് തല്ലി പൊട്ടിക്കൽ,
KPCCയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവൊക്കെ ഇരിക്കുന്ന സമരത്തിന് പുറകിലേക്ക് ടിയർ ഗ്യാസും പിന്നെ ജലപീരങ്കിയും ഒക്കെ അടിക്കൽ പൊട്ടിക്കൽ ഇങ്ങനെ അത്യസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ അത്യസാധാരണമായ ഒരു സംഭവം കൂടെ നടന്നു കൂട്ടാക്കിയാൽ മതി, കണക്കാക്കിയാൽ മതി. എന്നാൽ പോലും കേരളത്തിലെ പോലീസ് അത്യസാധാരണമായിട്ടുള്ള നിലയിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പലയാവർത്തി പറഞ്ഞിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് വലിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതി തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അറസ്റ്റ് പാടുള്ളൂ എന്ന് സുപ്രീം കോടതി തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പെൻഷനും എല്ലാം പോകാൻ സാധ്യതയുണ്ട്. അവർ ക്രിമിനൽ കേസിലൊക്കെ പ്രതിയാവാനും ഒക്കെ സാധ്യതയുണ്ട്, തർക്കമൊന്നുമില്ല. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 20-ാം തീയതി നടന്ന ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തേ 19 ദിവസത്തിന് ശേഷം അറസ്റ്റ്? ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. 20-ാം തീയതി നടന്ന സമരത്തിന് ശേഷം 19-ാം തീയതി മാത്രം രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ യുക്തി എന്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ജനുവരി 9 വരെ കാത്തിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, ജനുവരി 9 പ്രത്യേകതയുണ്ട്. ആ ജനുവരി 9 പ്രത്യേകത എന്താണെന്നറിയാവോ? ജനുവരി 8 കേരള ഹൈക്കോടതിയിൽ ചില സംഭവ വികാസങ്ങൾ നടക്കുകയുണ്ടായി. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെയും മറ്റു മുൻമന്ത്രിമാരെയും എല്ലാം വെറുതെ വിട്ട കേരള ലോകായുക്തയുടെ വിധിക്കെതിരെ ഈ കേസിൽ വർഷങ്ങളായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള RS ശശികുമാർ ആ ലോകായുക്തയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഈ ലോകായുക്തയിൽ നടന്ന ഈ കേസിൻ്റെ നടപടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു, നമുക്കറിയാം. അതായത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ലോകായുക്ത കിടഞ്ഞ് പരിശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ലോകായുക്തയെക്കുറിച്ചും ഉപലോകായുക്തമാരെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ ലോകായുക്തയും ഉപലോകായുക്തയും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിരുന്നിന് പോയത്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. എന്തായാലും ആ അപ്പീൽ RS ശശികുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ അപ്പീലിന്മേൽ പ്രാഥമികമായ വാദം നടന്നു. ആ വാദം നടന്നത് ചീഫ് ജസ്റ്റിസും VJ അരുണും എന്ന് പറഞ്ഞ അവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിലായിരുന്നു. ആ ഡിവിഷൻ ബെഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ വാദം നടന്നു. ആ വാദത്തിനിടയിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുകയുണ്ടായി. പക്ഷേ ആ പ്രാഥമികമായ വാദമെല്ലാം നടന്നതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസും VJ അരുണും എന്ന് പറഞ്ഞ ന്യായാധിപനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, ഇത് നിർണായകമായിട്ടുള്ളൊരു തീരുമാനമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് ഇതുപോലൊരു അഴിമതി കേസിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ല. ഇതുവരെ നോട്ടീസ് അയച്ചിട്ടില്ല. ഇതൊന്നുമില്ലാതെ വാക്കാൽ പരാമർശത്തെ തുടർന്ന് തന്നെ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. കമാൽ പാഷയുടെ ബാർക്കോഴ കേസിൽ കമാൽ പാഷയുടെ ഓറൽ റെഫറൻസിനെ തുടർന്നിട്ടാണ് KM മാണി രാജിവെച്ച് പോയത്. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നുള്ള പരാമർശത്തെ തുടർന്നാണ് രാജിവെച്ച് പോയത്. അതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് KP വിശ്വനാഥനും KK രാമേന്ദ്രൻ മാസ്റ്ററും ഒക്കെ രാജിവെച്ച് പോയത്. അതേസമയം ഹൈക്കോടതിയിൽ ശക്തമായിട്ടുള്ള വിധി വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരഴിമതി കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയക്കുമ്പോൾ ആ കേസിൻ്റെ വാദം തീരുന്നത് വരെയെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വരിക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ആ നോട്ടീസ് അയച്ചത് ജനുവരി 8-നാണ്. ആ ജനുവരി 8-ന് നോട്ടീസ് അയച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ പ്രചണ്ഡമാകാനിടയുണ്ട്, ശക്തമാകാനിടയുണ്ട് എന്നുള്ള ബോധ്യം ഭരണകൂടത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അധികാരമൊഴിയണം, മുഖ്യമന്ത്രി രാജിവെക്കണം
ഈ കേസിൻ്റെ വാദം തീരുന്നതുവരെയെങ്കിലും മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്നുള്ള ആവശ്യം ഉയരാൻ ഉള്ള സാഹചര്യത്തിൽ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്തെന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ മുഖ്യമന്ത്രി അധികാരത്തിൽ നൊഴിയണമെന്നുള്ള ആ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ 20 ദിവസത്തിന് മുമ്പ് നടന്ന ഒരു സമരത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? അങ്ങനെയാണെങ്കിൽ എത്രയോ ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്യണം. എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലതല്ലി പൊളിച്ച ഡിവൈഎഫ്ഐക്കാരുണ്ട് കേരളത്തിൽ. ഇവിടെ ആരുടെയും തലതല്ലി പൊളിച്ചെന്നുള്ള ആരോപണം പോലും ഇല്ലല്ലോ. അപ്പോൾ ആ ഡിവൈഎഫ്ഐക്കാരെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഗവർണറെ തെമ്മാടിയെന്നും ചെറ്റയെന്നും കഞ്ചാവടിക്കുന്നവരെന്നും വിളിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ട് പോലും അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച സംഭവമുണ്ട്, അതിലാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ അറസ്റ്റുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ നടക്കാതിരിക്കുമ്പോഴാണ് 20 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സമരത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ജനുവരി 9 അറസ്റ്റ് ചെയ്യുന്നത്. ഈ ജനുവരി 9 അറസ്റ്റ് ജനുവരി 8 ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി നടക്കുന്ന പ്രചരണങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ജനുവരി 9 അതായത് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ച ഈ വിധി ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും വന്ന ജനുവരി 8 തൊട്ടു പിറ്റേന്ന് ജനുവരി 9 രാഹുൽ മാങ്കൂട്ടത്തെ അകാരണമായി അറസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.